ഒരിക്കൽ യേശു കർത്താവ് യെരിഹോവിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ചുങ്കക്കാരനായ ഒരു മനുഷ്യൻ, നമുക്കറിയാം സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, തൻ്റെ അകത്ത് യേശു എങ്ങനെ ഉള്ളവനെന്ന് അറിയാനൊരാഗ്രഹം തൻ്റെ അകത്തളങ്ങളിൽ ഉദിച്ചു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാ, സക്കായി പൊക്കം കുറഞ്ഞവനായതുകൊണ്ടാണ് കാട്ടത്തിന്മേൽ കയറിയത്. പക്ഷെ ചരിത്രം പഠിച്ചു വരുമ്പം യഹൂദന്മാർ ഏറ്റവും കൂടുതലും പരിഹാസത്തോടുകൂടെയും ഏറ്റവും കൂടുതലും വിലയില്ലാതെയും ഒരു പാപി എന്നൊരു മുദ്ര കുത്തിയ ഒരു വർഗക്കാരുണ്ടെങ്കിൽ ചുങ്കക്കാരായിരുന്നു. കാര്യം അവരധികമായിട്ട് ചുങ്കം വിരിക്കുന്നത് കൊണ്ട് അവരുടെ നെറ്റിമേൽ പാപിയെന്നും എന്തോ പറയട്ടെ, യഹൂദന്മാർ വളരെ വെറുപ്പോടുകൂടെ കണ്ടിരുന്ന ഒരു കൂട്ടമായിരുന്നു ചുങ്കക്കാരെന്ന് പറയുന്നത്. ആ ഒരു കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനായിരുന്നു സക്കായി. അപ്പം സക്കായിക്ക് ആൾക്കൂട്ടത്തിൽ വരാൻ ഒന്ന് പൊക്കം കുറവാണ്, രണ്ട് അവൻ്റെ സാഹചര്യം, അവൻ ചെയ്യുന്ന പണി വെച്ച് നോക്കുവാണെങ്കിൽ, ജോലി ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ യഹൂദന്മാർ ചിലപ്പോൾ അവനെ വഴക്ക് പറയാനും സാധ്യതയുണ്ട്. പരസ്യമായിട്ട് യഹൂദന്മാരുടെ നടുവിൽ വരാനൊന്നും സക്കായിക്ക് പറ്റത്തില്ല. ചിലപ്പോൾ അടിച്ചെന്നിരിക്കാം, എന്തെങ്കിലുമൊക്കെ പറയാം, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാം. അപ്പം സക്കായിയുടെ മനസ്സിനകത്ത് അവൻ തീരുമാനിച്ചൊരു കാര്യം എങ്ങനെയാണ്, യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അവൻ്റെ ആഗ്രഹത്തിൽ നിന്ന് അവൻ മാറിയില്ല. അവൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്, അവൻ്റെ ബലഹീനതകളിൽ നിന്നുകൊണ്ട്, ഒന്ന് യഹൂദന്മാർ അവൻ്റെ നെറ്റിയിൽ കുത്തിയിരിക്കുന്ന പാപി എന്നൊരു മനുഷ്യൻ, രണ്ട് അവൻ്റെ ശരീരം വെച്ച് നോക്കുവാണെങ്കിൽ ആ യഹൂദന്മാരുടെ പൊക്കമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര പൊക്കമാണ്. പക്ഷേ ആ യേശുവിനെ ആ യഹൂദന്മാരുടെ ഇടയിൽ നിന്നോ പുറകിൽ നിന്നോ ഒന്നും കാണാനുള്ള പൊക്കം തനിക്കില്ല. പക്ഷേ ബൈബിൾ പറഞ്ഞ ഇങ്ങനെയാണ്, യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, ശ്രമിച്ചു. സക്കായി ചെയ്ത ഇത്ര കാര്യമുള്ളൂ. അവൻ്റെ പൊക്കം നോക്കിയില്ല, യഹൂദന്മാർ കൊടുത്ത പേര് നോക്കിയില്ല, ബേഡായിട്ടുള്ള അവൻ്റെ പൊസിഷനൊന്നും അവൻ നോക്കിയില്ല. അവൻ ഒറ്റ കാര്യം ശ്രമിച്ചേ ഉള്ളൂ, യേശുവിനെ കാണാൻ അവൻ ശ്രമിച്ചു. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ കുറവുകളുണ്ടാകാം. പലരും നിങ്ങളെ വേറെ രീതിയിലായിരിക്കും കണ്ടേക്കുന്നത്. നിങ്ങളുടെ നെറ്റിമേൽ ചിലപ്പം ചില മുദ്രകൾ കാണാം. പക്ഷേ യേശുവിനെ കാണാനൊന്ന് ശ്രമിക്കാം, യേശുവിനെ അറിയാനൊന്ന് ശ്രമിക്കാം. അങ്ങനെ ശ്രമിച്ചാൽ സക്കായിയുടെ അടുക്കൽ വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി, സക്കായിയെ വേഗത്തിൽ ഇറങ്ങി വാ, ഞാൻ ഈ യഹൂദന്മാരോട് കൂടെയൊന്നുമല്ല ഞാൻ പാർക്കാൻ വന്നേ, പാപി എന്ന് മുദ്ര കുത്തിയ പൊക്കം കുറഞ്ഞവനായ നിന്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് പാർക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, ഒരു അത്ഭുതം കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം, വെറുതെ ഇരിക്കുന്നവന് വേണ്ടി കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ബലഹീനത ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും ആ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഒരു ശ്രമം നീ നടത്തിയാൽ, യേശുവിനെ അറിയാനൊരു ശ്രമം നീ നടത്തിയാൽ, നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. കുരുടനായ ഒരു മനുഷ്യൻ, തൻ്റെ കണ്ണു കുരുടനാണ്. പക്ഷെ യേശു പോകുമ്പം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ നിലവിളിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ അത് കണ്ട് അവനെ അടക്കിയിരുത്താൻ നോക്കിയിട്ടും അവൻ നിർത്തിയില്ല. അവൻ ശ്രമിക്കാൻ വീണ്ടും ശ്രമിച്ചു തുടങ്ങി. വിളിച്ചാൽ ചിലപ്പം കർത്താവ് നിന്നാലോ, കർത്താവ് നിൽക്കുന്നത് വരെയും അവൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ ഒന്ന് ശ്രമിച്ചു നോക്കി കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടാൻ. ശ്രമങ്ങൾ നടത്തിയവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതലുകൾ എൻ്റെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിൽ നിന്ന് എന്തേലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെറുതെ ഇരുന്നാൽ അത് കിട്ടത്തില്ല. ഒന്ന് ശ്രമിക്കുക, ഒന്ന് സ്തുതിക്കാനൊന്ന് ശ്രമിക്കുക, ഒന്ന് പാടാനൊന്ന് ശ്രമിക്കുക, ഒന്ന് അന്യഭാഷ പറയാനൊന്ന് ശ്രമിക്കുക. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ആത്മാവ് ഒരുക്കമുള്ളതാ, പക്ഷേ ജഡം ഒരുക്കമല്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ശ്രമിക്കണം. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം, നീ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കണം.
അന്യഭാഷ പറയാൻ ശ്രമിക്കണം. ഇന്ന് പകലിൽ ജഡം ബലഹീനമാണ്. അതൊരിക്കലും നമ്മളെ ആരാധിക്കാൻ വിടത്തില്ല, ഒരിക്കലും നമ്മളെ സ്തുതിക്കാൻ വിടത്തില്ല. പക്ഷേ ജഡം ബലഹീനമായിരിക്കുമ്പോഴും ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കുകൊണ്ട് ഒന്ന് ശ്രമിച്ചാൽ അസാധാരണമായ വിടുതലുകൾ. ആമേൻ. സക്കായി യേശുവിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അവന്റെ വീട്ടിൽ കർത്താവ് വന്നതുപോലെ ആ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ ഒന്ന് തൊടാൻ ശ്രമിച്ചപ്പോൾ ആമേൻ 12 വർഷമായി നീണ്ടു നിന്ന അവളുടെ നിന്നയെ എന്റെ കർത്താവ് മാറ്റിയെങ്കിൽ ആ കുരുടനായ മനുഷ്യൻ ആമേൻ ശിഷ്യന്മാർ വിലക്കിയിട്ടും ആമേൻ അവന്റെ വിളി തുടർന്നുകൊണ്ട് ഇരുന്ന് അവൻ ശ്രമിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ പല മേഖലകളിൽ നിങ്ങളൊന്ന് ശ്രമിക്കാൻ തുടങ്ങിയാൽ അസാധാരണമായ കാര്യങ്ങള് ശ്രമിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നവനല്ല എന്റെ കർത്താവ്. അവന് വേണ്ടിയിട്ട് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ വചനങ്ങൾ കർത്താവ് ഇന്ന് പകലിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കാൻ വേണ്ടിയാ. കർത്താവ് റെഡിയാ. പക്ഷെ നിങ്ങളുടെ ഒരു ശ്രമത്തിന് വേണ്ടി കർത്താവ് കാത്തു നിൽക്കുക. കർത്താവിന് അറിയാം സക്കായി അവിടെ വരുമെന്ന്. ആമേൻ. പക്ഷേ സക്കായി അന്ന് ശ്രമിച്ചപ്പോഴാ കർത്താവിന് സന്തോഷം വന്ന്. അവൻ എന്നെ കാണാൻ ആഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ.